മാറുന്ന കാലത്തെ അഭിമുഖീകരിക്കാൻ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ മുഖ്യ ഘടകങ്ങളായ പഠനം, പഠിപ്പിക്കൽ, വിലയിരുത്തൽ എന്നിവയിൽ കാലാനുസൃതമായ പരിഷ്കാരം നിർദ്ദേശിക്കുകയാണ് ഖദർ കമ്മിറ്റി റിപ്പോർട്ട്. മികവിനായുള്ള സ്കൂൾ വിദ്യാഭ്യാസം എന്ന പേരിലുള്ള റിപ്പോർട്ട് ഇതുവരെ സർക്കാർ പരസ്യപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഉള്ളടക്കം പുറത്തു വന്നു കഴിഞ്ഞു. സ്കൂളുകളുടെ അക്കാദമിക അന്തരീക്ഷത്തിൽ അഴിച്ചുപണി നിർദ്ദേശിക്കുക മാത്രമല്ല, 1 മുതൽ 12 വരെയുള്ള വിദ്യാഭ്യാസം ഏകീകരിക്കുകയും അതിനനുസരിച്ച് കുട്ടികളുടെ എണ്ണത്തിലും അധ്യാപക നിയമനങ്ങളിലൊക്കെ മാറ്റം നിർദ്ദേശിക്കുകയുമാണ് ഖദർ കമ്മിറ്റി. സ്കൂൾ പ്രായത്തിലുള്ള ഏതാണ്ട് എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ എത്തിക്കുകയും മഹാഭൂരിപക്ഷവും 12 വരെ എത്തിച്ചേരുകയും ചെയ്യുക അവസ്ഥ കേരളത്തിലുണ്ടാകുന്നുവെന്നാണ് നിരീക്ഷണം. വിദ്യാഭ്യാസ അവകാശ നിയമം ഫലപ്രദമായി നടപ്പാക്കണമെങ്കിൽ 12 വരെയുള്ള വിദ്യാഭ്യാസത്തെ ഒറ്റ ഘടകമാക്കി പരിഗണിക്കാനാണ് ശുപാർശ. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലവിലെ നേട്ടങ്ങൾ അംഗീകരിച്ച് തന്നെ നയപരമായ പൊളിച്ചെഴുത്ത് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ദേശീയ സിലബസ് സമാനമായ സ്കൂൾ സമയം രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാക്കൽ, എയ്ഡഡ് സ്കൂളുകൾ അധ്യാപന നിയമം, PSCകളുടെ വിടൽ തുടങ്ങി ഒട്ടേറെ വിവാദ ശുപാർശകൾ സമിതി മുന്നോട്ട് വയ്ക്കുന്നു. എതിർപ്പുകൾ കൈപ്പാളുന്ന ശുപാർശകൾ സർക്കാർ തൊടുമോ എന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ റിപ്പോർട്ടിലെ നിരീക്ഷണത്തിലും നിർദ്ദേശങ്ങൾക്കും നിലപാട് വ്യക്തമാക്കേണ്ടി വരും. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അംഗീകരിക്കാനാവില്ലെന്ന് സർക്കാരിൻ്റെ പ്രഖ്യാപിത നിലപാടിനെ ഈ വിദഗ്ധ സമിതി ശരിവെക്കുന്നുണ്ടെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ പലതും നിർദ്ദേശിച്ചിട്ടുള്ളത് അതിന് ചുവടുപിടിച്ചാണ് എന്നും വസ്തുത. തൊഴിൽ വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾച്ചേർത്തതടക്കമുള്ള കാഴ്ചപ്പാടുകൾ ഇത് തെളിയിക്കുന്നു. അതേസമയം വിദ്യാഭ്യാസത്തിലെ കേരള ബദൽ ഉയർത്തിപ്പിടിക്കണമെന്നുമാണ് ഖദർ കമ്മിറ്റിയുടെ പൊതു സമീപനം. വിദ്യാഭ്യാസത്തിലെ പോരായ്മകളും പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും ഉള്ളടക്കത്തിനുള്ള റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളാണ്. പഠന നേട്ടങ്ങൾ മാത്രം വിലയിരുത്തിയാണ് വിദ്യാഭ്യാസം. പ്രക്രിയാധിഷ്ഠിത സമീപനമോ പ്രാധാന്യമോ തിരിച്ചറിയാതെ ഉൽപ്പന്നങ്ങൾ മാത്രം പരിഗണിക്കുന്നു. കേരളം വിദ്യാഭ്യാസത്തിലുണ്ടാക്കിയ നേട്ടങ്ങൾ കൂടുതൽ മികവിലേറ്റി ഉയർത്തിയതാണ്. നിലവിലെ ക്ലാസ് മുറിയിൽ കേവലം തൊഴിലിനായി കാണാനും കേട്ടറിയാനും മാത്രമേ അവസരമുള്ളൂ. 12ാം ക്ലാസ്സിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിന് പോവാതെ വലിയൊരു വിഭാഗം ഉപജീവന മാർഗങ്ങൾക്ക് തേടുമ്പോൾ അതിനുള്ള നൈപുണ്യമില്ല. നമ്മുടെ തൊഴിൽ ശക്തി അഭ്യാസ വിദഗ്ധരുടേതാണെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസം ഏതെങ്കിലും ഒരു തൊഴിലെടുക്കാൻ അവരെ സജ്ജരാക്കുന്നില്ല. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഏറെയുണ്ടായിട്ടും പലതിടത്തും അതിഥി തൊഴിലാളികളെ കാത്തിരിക്കേണ്ടി വരുന്നു. അധ്വാനപ്രദമായ തൊഴിൽ ചെയ്യാനുള്ള മനോഭാവമില്ലായ്മയാണ് പ്രശ്നം. ക്ലാസ് മുറിയിൽ പ്രക്രിയാബന്ധിതരാകണം. നിലവിലെ ഏകരൂപവൽക്കരണം മാറി പ്രവർത്തനാധിഷ്ഠിതമാകാൻ ആവശ്യമായ വലുപ്പം ക്ലാസ് മുറികൾക്കുണ്ടാവണം. പ്രീ സ്കൂൾ കുട്ടികളുടെ അവകാശം നിയമം മാറണം. 1 മുതൽ 4 വരെ പാഠപുസ്തകങ്ങൾ വഴികാട്ടി മാത്രം. 5 മുതൽ 7 വരെ ഗഹനമായ ഉള്ളടക്കം. ഉപരിപഠനത്തിലുള്ള അറിവും കഴിവും പൊതു നൈപുണ്യം നേടുന്നതിനുള്ള സെക്കൻഡറിയിലെ ഉള്ളടക്കം. പ്രൈമറി ക്ലാസുകൾ മനോഭാവം സെക്കൻഡറിയിലും നൈപുണ്യയിലും വികസിപ്പിക്കണം. സെക്കൻഡറി വിദ്യാലയങ്ങളിൽ പണിശാലകൾ വേണം. അധ്വാനം അനുഭവമാക്കാൻ സ്കൂളിലെ നാട്ടിലെ തൊഴിലാളികളുമായി ബന്ധപ്പെടണം. മുഴുവൻ കുട്ടികൾക്കും ഏതെങ്കിലും ഒരു തൊഴിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാവണം. ഗുണമേന്മ വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാക്കാനുള്ള കാഴ്ചപ്പാടിൽ പഠനാന്തരീക്ഷവും പഠന പരിസരവും വികസിപ്പിക്കാനുള്ള ഭൗതിക പരിസരം ഉണ്ടാവണം. അതിൻ്റെ ഭാഗമായി ക്ലാസ് മുറിയിൽ ലൈബ്രറി, സ്കൂളിൽ മികച്ച കൃത്രിമ ലൈബ്രറി, ലബോറട്ടറി, കളിസ്ഥലം, അടുക്കള, ഭക്ഷണശാല, ശൗചാലയങ്ങൾ, ജൈവ വൈവിധ്യ ഉൽപാദനം, ചെറു ജലാശയങ്ങൾ, അസംബ്ലി ഹാൾ, അതിഥികൾക്കും രക്ഷിതാക്കൾക്കും ഇരിക്കാനുള്ള ഇടം, കുട്ടികൾക്ക് വിശ്രമത്തിനും വിനോദത്തിനുമുള്ള ഇടങ്ങൾ തുടങ്ങിയവ ഉറപ്പാക്കണം. ജീവിതത്തിൽ അനിവാര്യമായവ അനുഭവത്തിലൂടെ വ്യക്തമാക്കാനുള്ള പ്രവേശനശാലയായി വിദ്യാഭ്യാസം മാറണം. മാലിന്യ സംസ്കരണം, സ്കൂൾ പച്ചക്കറിത്തോട്ടം, ജൈവോദ്യാനം, ഊർജ്ജ സംരക്ഷണം, ലഹരിമുക്ത പ്രവർത്തനങ്ങൾ, പ്ലാസ്റ്റിക് മുക്ത പരിപാടികൾ തുടങ്ങിയവ സ്കൂളിന്റെ പഠനത്തിന്റെ ഭാഗമാകണം. അക്കാദമിക മികവ് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഘടനമാറ്റം നിർദ്ദേശിച്ചാണ് വൈരുദ്ധ്യം. പരീക്ഷയുടെ പ്രാധാന്യം കുറയ്ക്കുന്നത് പഠനത്തെ ബാധിക്കും. ബോധന മാധ്യമം മാതൃഭാഷ നിർബന്ധമാക്കിയാൽ കേന്ദ്ര സിലബസിലേക്ക് കൊഴിഞ്ഞു പോവുകയുണ്ടാകും.